സുഹൃത്തുക്കളെ, നമ്മൾ ഈ തക്കാളി കൃഷിയൊക്കെ ചെയ്യുന്നവർക്കൊരു ചെറിയൊരു ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മളോട് പറയലുണ്ട് തക്കാളി കൃഷിയൊന്നും ചെയ്തിട്ട് നമുക്ക് ഉണ്ടാവണില്ല, നിങ്ങൾ ഏത് തൈയാണ് ഇത് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് സാധാരണ മേടിക്കാൻ കിട്ടുന്ന 5 രൂപയുടെ തൈയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ തൈ ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 100 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നിറയെ തക്കാളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തക്കാളി കൃഷി ആദ്യമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇത്ര വിളവ് കിട്ടിയിരുന്നില്ല. ആദ്യമൊക്കെ നമുക്ക് കിട്ടുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ചീഞ്ഞു പോവുക, അതിൻ്റെ ഈ തണ്ടിന് ഒരു പ്രശ്നം വന്നിട്ട് അത് ചീഞ്ഞു പോവുക, അങ്ങനെയൊക്കെ വന്നിരുന്നു. അന്ന് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ താങ്ങ് കൊടുത്തിരുന്ന പകുതി നിലത്ത് മണ്ണിൽ മുട്ടിയിട്ടാണ് നിന്നിരുന്നത്. ആ മണ്ണിൽ മുട്ടി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പല ഫംഗസൊക്കെ വന്നിട്ട് ഇത് കംപ്ലൈൻ്റ് ആയി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തക്കാളി തൈ നട്ടതിൻ്റെ ശേഷം അത് വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ അതിൽ മണ്ണ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറും പിന്നെ പിന്നെ ഇതും പാടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചകിരിച്ചോറ്, മണ്ണ്, പിന്നെ ചാണകപ്പൊടി ആണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിങ്ങനെ പിന്നെ മരം വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മരം വലുതാവുന്നതിനനുസരിച്ച് ഒരു കയറിട്ടിട്ട് ഒരു ഉയരത്തിൽ എവിടെയെങ്കിലും കെട്ടുക. എന്നിട്ട് കയറ് ഏറ്റവും അടിയിൽ ഇതിൻ്റെ ഈ മരത്തിൽ തന്നെ ചെറിയ കമ്പിൻ്റെ അവിടെ ഒരു കയറ് കെട്ടിയിട്ട് നമ്മളത് നേരെ മുകൾക്ക് വലിച്ച് കെട്ടിയിട്ട് നമ്മൾ ഈ തൈ വലുതാവുന്നതിനനുസരിച്ച് അതിമങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു വള്ളി രൂപത്തിൽ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നിറയെ തക്കാളി കണ്ടില്ല, നല്ല ഗ്രോത്ത് ആയിട്ട് തക്കാളി കിട്ടണമുണ്ട്. അതുപോലെ തന്നെ നിറയെ തക്കാളി കായ്ക്കണമുണ്ട്. ഇത് മണ്ണിൽ മുട്ടാതെ നിൽക്കണോണ്ട് തന്നെ നമുക്ക് തക്കാളി എല്ലാം നമുക്ക് ഒരു കംപ്ലൈൻറ്റും കൂടാതെ നമുക്ക് തക്കാളി കിട്ടുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ ആദ്യം ഉണ്ടായ തക്കാളിയാണ്, ഏകദേശം പൂക്കാരായി. ഇപ്പം ഇന്നലെ ഇവിടെ ഒന്ന് പൊഴുത്തിന്ന്, ഇപ്പോൾ ഇവിടെ ഒന്ന് മഞ്ഞ കളറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം നിറയെ തക്കാളിയാണ്. നമ്മളൊരു വള്ളി രൂപത്തിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കംപ്ലൈൻറ്റ് വരുന്നില്ല, അത് നിലത്ത് മുട്ടാതെ. ഞാൻ ആലോചിച്ചപ്പോൾ ഇത് പിന്നെ തക്കാളി തൈയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാലത്താണ് നടാൻ നല്ലത്. നമുക്ക് ഈ വേനൽക്കാലത്താണ് നടാൻ നല്ലത്. മഴക്കാലത്ത് നട്ട് കഴിഞ്ഞാൽ ചീഞ്ഞ് പോവുക, ഇതൊക്കെ പ്രശ്നം പറ്റും. അപ്പോൾ നമ്മൾ വേനൽക്കാലത്താണ് തക്കാളി തൈ നടാൻ ഏറ്റവും നല്ലത്. അതൊരു ഗ്രോ ബാഗിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കയറിട്ട് ചുറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് ആ പിന്നെ കമ്പന്നെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി ഈ വള്ളിന്ന്. അപ്പോൾ അത് മുകൾക്ക് കെട്ടി കഴിഞ്ഞാൽ ഇതുപോലെ മരമായി നിൽക്കും. അപ്പോൾ നിറയെ തക്കാളി ഇതിൽ തന്നെ തൂങ്ങി നിൽക്കണോണ്ട് മണ്ണിൽ ടച്ച് ചെയ്യാത്തൊരു അവസ്ഥ വരുന്നതുകൊണ്ട് നമുക്ക് നിറയെ തക്കാളി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്തരം രീതികളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരം രീതികൾ ചെയ്താൽ ഇതുപോലെ തന്നെ നിറയെ തക്കാളി ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ആളുകളോട് നമ്മളോട് അന്വേഷിച്ചു, നിങ്ങളെ തക്കാളി എന്താ ഇത്ര നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നല്ല വിളവുണ്ടല്ലോ എന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് വീട്ടിൽ ഇത്തരം രീതികളൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇത്തരം രീതികൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും വിജയം നിങ്ങൾക്ക് കാണും. ഉറപ്പായാലും ഇതുപോലെ നല്ല രീതിയിൽ തക്കാളി ഉണ്ടാവും. ഇതൊക്കെ ഓരോ തക്കാളി തന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന വലിയ തക്കാളി പോലെ തന്നെ കേട്ടോ നമുക്ക് വരുന്നത്. കണ്ടില്ല, നല്ല സൈസ് ആയിട്ടാണ് ഓരോ തക്കാളി വരുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഇതുപോലെയുള്ള കൃഷികളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കൃഷിയുടെ വീഡിയോ ആണ് നമ്മൾ പൊതുവെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം.